എൻ്റെ അഭിപ്രായത്തിൽ നോക്കൂ, നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തിയുള്ളൂ. ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളുടെ ഒരു കടമയും കൂടിയാണ്. കോൺഗ്രസിന് എന്ത് കഴിവോ കഴിവില്ലായ്മയെക്കുറിച്ച് അവർ വ്യക്തിപരമുള്ള അഭിപ്രായം ഇപ്പോഴത്തെ നേതൃത്വത്തിൽ നിന്നുണ്ടാവാം. അത് അവരോട് ചോദിച്ചാൽ മതി. എനിക്ക് അവരുടെ അഭിപ്രായം ഉണ്ടാവാൻ പൂർണ്ണ അവകാശമുണ്ട്. പക്ഷെ ഇന്ന് സർക്കാരിൻ്റെ ഒരു ഡെലിഗേഷനാണ്, സർക്കാരാണ് തിരഞ്ഞെടുത്ത ആൾക്കാരെ അയക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ അഭിപ്രായം ഒരു പക്ഷെ വേറെ ആയിരിക്കും. അത്രയല്ലേ ഉള്ളൂ. ഞാൻ അതിനെക്കാട്ടെ എന്താ പറയേണ്ടത്? കോൺഗ്രസിന് ശശി തരൂർ ഇപ്പോൾ വിശ്വപൗരനല്ലേ? ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ നയം പറയാൻ തങ്ങളുടെ പക്ഷത്തു നിന്ന് ഏറ്റവും ആദ്യം പറയേണ്ടത് എന്ന് നാട്ടുകാരെങ്കിലും കുറഞ്ഞ പക്ഷം വിചാരിക്കുന്ന ഒരു പേരാണ് ശശി തരൂരിൻ്റെത്. എന്തുകൊണ്ട് ശശി തരൂരിനെ കോൺഗ്രസ് ഒഴിവാക്കിയതല്ല, മറ്റുള്ളവരെ സ്വാഭാവികമായ തെരഞ്ഞെടുപ്പ് നടത്തിയതാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പക്ഷം എങ്കിൽ 2 ദിവസം മുൻപ് തന്നെ കിരൺ റിജിജു ആശയവിനിമയം നടത്തി എന്നുള്ളത് കോൺഗ്രസിനെ ശശി തരൂർ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. എന്നിട്ടും എന്തുകൊണ്ട് തരൂർ ഉണ്ടായില്ല? കോൺഗ്രസിന്റെ ആ തീരുമാനത്തിനെ ഏറ്റവും തന്ത്രപരമായ വെട്ടിവീഴ്ത്തിയിരിക്കുകയാണ് BJP എന്നുള്ളതാണ്. കോൺഗ്രസ് ഉൾപ്പെടുത്താത്ത തരൂരിന്റെ പേര് BJP കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി ഉൾപ്പെടുത്തുന്നു. മറ്റുള്ള ആരുടെയും പേരുകൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ആരുടെ നയതന്ത്രം മികച്ചത്? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ PJ വിൻസെന്റ്, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ സണിക്കുട്ടി എബ്രഹാം, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ JC തോമസ്, CPM-ൽ നിന്ന്, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, BJP-യിൽ നിന്ന്. ശ്രീ സണിക്കുട്ടി എബ്രഹാം, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ സണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ ഒരു എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു സംഘം ഇന്ത്യയുടെ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നിലപാടുകൾ, ഇന്ത്യയുടെ തന്നെ നിലപാടുകൾ ലോകത്തിന് മുന്നിൽ വിശദീകരിക്കാൻ ഒരു സർവകക്ഷി സംഘത്തെ അയക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം പിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പേര് ശശി തരൂരിൻ്റെതാണ് എന്നങ്ങ് വിചാരിക്കുന്നുണ്ടോ? കോൺഗ്രസ് എന്തുകൊണ്ടായിരിക്കാം ആ പേര് ഒഴിവാക്കിയത്? മധു, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നല്ല ഇനിഷ്യേറ്റീവ്, ഒരു ഡിപ്ലോമാറ്റിക് എക്സർസൈസ്, അത് സാധാരണഗതിയിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ എല്ലാ രാജ്യങ്ങളുമൊക്കെ ചെയ്യുന്നതാണ്. അതൊരു നല്ലൊരു സമീപനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് മാധു തുടക്കത്തിൽ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. അത് ഇന്ത്യയിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യാനായിട്ട് പറയുമ്പോൾ അത് ശശി തരൂറാണ് എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ അതിനൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയോട് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് 4 പേരുടെ പേര് നൽകണം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ആദ്യം നിർദ്ദേശിക്കേണ്ട പേര് ശശി തരൂറിൻ്റേതായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ സൽമാൻ ഖുർഷിദുണ്ട്, നേരത്തെ അദ്ദേഹം വിദേശകാര്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ ശശി തരൂറിൻ്റെയും പേര് നിർദ്ദേശിക്കേണ്ടതായിരുന്നു. അതാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു പ്രോഗ്രാമിൽ അത് പറയുകയും ചെയ്തതാണ്. അതായിരുന്നു വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് വലിയ നാടകങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനുമുമ്പ് ഞാനൊന്നുകൂടെ പറയട്ടെ. അദ്ദേഹം പാർലമെൻറ്റിൻ്റെ വിദേശകാര്യ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. അത് കോൺഗ്രസ്സിന് ഉള്ള ഒരു പദവിയാണ്. കോൺഗ്രസ് പാർലമെൻറ്റിൽ അങ്ങനെയാണ്, ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ സ്ട്രെങ്ത് അനുസരിച്ച് ഓരോ കമ്മിറ്റികൾ വിഭജിച്ച് കൊടുക്കുകയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയൊക്കെ കോൺഗ്രസ്സിന് കിട്ടും, അതിൽ മുഖ്യ പ്രതിപക്ഷത്തിന് കിട്ടും. അങ്ങനെ കിട്ടിയ ഒരു കോൺഗ്രസ്സിന് ലഭിച്ച ഒന്നാണ് ഈ വിദേശകാര്യ വകുപ്പിൻ്റെ ചെയർമാൻ സ്ഥാനം. അതിലേക്ക് കോൺഗ്രസ്സാണ് അദ്ദേഹത്തെ നിയോഗിക്കുന്നത്. നിയമിക്കുന്നത് വാസ്തവത്തിൽ സ്പീക്കറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് നാമനിർദ്ദേശം നൽകുന്നത് കോൺഗ്രസ്സാണ്. അന്ന് കോൺഗ്രസ്സിന് ശശി തരൂരിൻ്റെ കഴിവുകളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു പേര് ചോദിക്കുമ്പോൾ ആദ്യം കൊടുക്കേണ്ട പേര് അതായിരുന്നു കോൺഗ്രസ്സിന് തന്ത്രപരമായിട്ട് ഒരു വീഴ്ച പറ്റി എന്നാണ് നമുക്ക് പ്രഥമ ദൃഷ്ടിയ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ പിന്നീട് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കോൺഗ്രസ്സിനോട് ഈ പേരുകൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കിരൺ റിജിജു ശശി തരൂരിനോട് ചോദിച്ചിരുന്നു. അതിന് തെറ്റൊന്നുമില്ല. ഗവൺമെൻറ് ആണെങ്കിലും ആദ്യമായിട്ട് സമീപിക്കാവുന്ന ഒരു പേരുകാരൻ തന്നെയാണ് ശശി തരൂർ, സംശയമില്ലാത്ത ഒരു കാര്യമാണ്. കിരൺ റിജിജു ചോദിച്ചിരുന്നു. അപ്പോൾ കിരൺ റിജിജു ഇത് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ പാർലമെൻറ്റിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ പതിവനുസരിച്ച് അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങൾ അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം അത് പാർട്ടിയുടെ അനുവാദം ചോദിക്കണം. അങ്ങനെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം അറിയിക്കുക മാത്രമാണ് ചെയ്തത്, അവരുടെ പാർട്ടിയെ അറിയിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ
പാർട്ടിയെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ വളരെ കൃത്യമായിട്ട് ഒരു വെട്ടിൽ വീഴ്ത്താൻ BJP സമർത്ഥമായിട്ട് കരുക്കൾ നീക്കുന്നു. നമുക്കറിയാമല്ലോ, കോൺഗ്രസ് ആണെങ്കിലും വിചാരിക്കേണ്ടത് എന്താണ്, ഇങ്ങനൊരു പേര് ചോദിക്കുമ്പോൾ നിങ്ങൾ ശശി തരൂരിൻ്റെ പേര് ഒഴിവാക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് BJP, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ പേര് ആ പട്ടികയിൽ ഉൾപ്പെടുത്തും. അത് മാത്രമല്ല, അദ്ദേഹത്തെ ഒരു ഡെലിഗേഷൻ്റെ തലവനും കൂടി ആക്കിയിരിക്കുകയാണ്. അമേരിക്കയും ഇംഗ്ലണ്ടിലൊക്കെ പോകുന്ന ഒരു പ്രതിനിധി സംഘത്തിൻ്റെ 7 പ്രതിനിധി സംഘം നേതാക്കളിൽ ഒരാളെ ഒന്ന് തീർത്തോട്ടെ അങ്ങനെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസ് അത് മനസ്സിലാക്കി ആ രീതിയിൽ നീങ്ങേണ്ടതായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് പറയേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ കോൺഗ്രസിനെ വെട്ടിലാക്കുക എന്നുള്ളൊരു രാഷ്ട്രീയ ലക്ഷ്യം നമുക്കറിയാം. ഇപ്പം തന്നെ അത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഏതാണ്ട് ശശി തരൂർ കോൺഗ്രസിനെ കൈവിട്ട് കഴിഞ്ഞു അവരെന്നൊക്കെയാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അവരോട് ചോദിക്കുക, ഈ കാര്യത്തെപ്പറ്റി എന്തെങ്കിലും കോൺഗ്രസിൻ്റെ നിലപാടിനെ പറ്റി ചോദിക്കാനുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. അപ്പം ഈ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെൻറ് ഒരു ഡെലിഗേഷനെ അയക്കുമ്പോൾ അതിന് പറ്റിയ ആളാണ്, അതായത് വിദേശ രാജ്യങ്ങളിൽ അതിൽ പരിചയമുള്ള ആളാണ്, UN ഇരുന്ന ആളാണ്, വിദേശകാര്യ മന്ത്രിയായിരുന്നു. അപ്പോൾ അവർക്ക് നന്നായിട്ട് വിദേശ രാജ്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണ് ശശി തരൂർ. അപ്പോൾ അത് ഉപയോഗിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ കോൺഗ്രസിലൊരു വലിയ പ്രതിസന്ധി, ഒരു പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യാം. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ അദ്ദേഹത്തെ മനഃപൂർവ്വം തന്നെ ഈ 4 പേരുടെ പേര് കോൺഗ്രസ് കൊടുക്കുമ്പോൾ അതിൽ ശശി തരൂർ ഇല്ലാതെ പോകുന്നത് അത് വളരെ മനഃപൂർവ്വമായൊരു തീരുമാനമാണ്. ഇത് ഒരു ഇഷ്യൂ ആക്കാം എന്നുള്ള ഒരു മനോഭാവത്തോട് തന്നെയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ ഒഴിവാക്കിയതെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് പറയാൻ പറ്റുന്നത്. ശരി, തിരുവനന്തപുരത്ത് ശശി തരൂരിനെ മത്സരിപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, അദ്ദേഹത്തെ അവതരിപ്പിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ പ്രചാരണ കാലയളവിൽ പിന്നീട് ഇങ്ങോട്ട് എല്ലാ വേദികളിലും എല്ലാം പറഞ്ഞിരുന്നത് വിശ്വപൗരൻ എന്നു തന്നെയാണ്. അപ്പോൾ ലോകത്തിന് മുന്നിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുമ്പോൾ ആദ്യത്തെ പേരായി കോൺഗ്രസ് സ്വാഭാവികമായി എടുക്കേണ്ട ഒരു പേരിനെ എങ്ങനെ മാറ്റി നിർത്താൻ കഴിഞ്ഞു എന്നുള്ളയിടത്താണ് അവിടെ ഒരു വെട്ടലുണ്ടായോ, ഒരു വെട്ടിമാറ്റലുണ്ടായോ എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരുന്നത്. അതാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തത്. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ഒരു പാർട്ടിയോട് അങ്ങനെ കേന്ദ്ര സർക്കാരിന് സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിക്കാനാണെങ്കിൽ പിന്നെ ഒരു പാർട്ടിയോട് ഔദ്യോഗികമായി 4 പേര് നിർദ്ദേശിക്കാൻ പറയേണ്ട കാര്യമുണ്ടായിരുന്നോ? നോക്കൂ, ഇവിടെ കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിലൊരു നടപടിക്ക് പിന്നിൽ ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യം ഒരു രാഷ്ട്രീയ താല്പര്യമല്ല, അതൊരു രാജ്യ താല്പര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് സംഘത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്? 5 പ്രധാന കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തേത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പൊസിഷൻ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പൊസിഷനോ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ പൊസിഷനോ അല്ല, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഐക്യകണ്ഠമായിട്ടുള്ളൊരു ജനറൽ ഫീലിംഗ് ആണ്, ഒരു പൊതുവികാരത്തെ ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ആളുകളും ഉണ്ടാവണം എന്നുള്ളത് ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. സംഘടനാ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി, സങ്കുചിതമായിട്ടുള്ള മറ്റ് താല്പര്യങ്ങൾക്കൊക്കെ അതീതമായിട്ട് ഒരു വിശാല കാഴ്ചപ്പാട് അവിടെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. കേന്ദ്രത്തെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന ആളുകൾ പോലും ആ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ശശി തരൂർ മാത്രമല്ല, അസദുദ്ദീൻ ഒവൈസി ഉൾപ്പെട്ടിട്ടുണ്ട്, DMK എന്നുള്ള കനിമൊഴി ഉൾപ്പെട്ടിട്ടുണ്ട്, NCPയിൽ നിന്നും JDUയിൽ നിന്നൊക്കെയുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്നുണ്ട്. എല്ലാവരെയും ഉൾപ്പെടുന്ന ഒരു സംവിധാനത്തെയാണ് ഇതാക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഏറ്റവും നല്ല ആളുകളാവുന്നു എന്ന് ഉറപ്പുവരുത്തുകയും കൂടി വേണം. കാരണം ഇത് രാജ്യത്തെ ലോകത്തിന് മുന്നിൽ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന ആളുകളാണ്. അപ്പോൾ ആ മേഖലയിൽ എക്സ്പെർട്ടൈസ് ഉള്ള, അങ്ങനെ ചെയ്ത് പരിചയമുള്ള ആളുകളെ ആയിരിക്കണമല്ലോ നിർദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഓരോ പാർട്ടിക്കാരും നിർദ്ദേശിക്കുന്ന ആളുകൾ ആരാവും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ ഓരോ എലമെന്റുകളും പ്രധാനപ്പെട്ടതാണ്. ഇത് കേവലം ഒരു റൊട്ടീൻ എക്സർസൈസ് അല്ല, അപൂർവമായി മാത്രം നടക്കുന്ന ഒരു നടപടിയാണിത്. ഇതിൽ ആദ്യത്തേത് ഇന്ത്യയുടെ പൊസിഷൻ വിശദീകരിക്കുക എന്നുള്ളതാണെങ്കിൽ, 2 പാകിസ്ഥാന്റെ ഈ മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ നരേറ്റീവുകളെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ കുറേ ദിവസമായിട്ട് ഇൻഫർമേഷൻ വാർഫെയർ നടത്തിക്കൊണ്ടിരിക്കുക. സൈനികമായിട്ട് ഇന്ത്യയോട് വളരെ ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള പരാജയം നേരിട്ടെങ്കിൽ പോലും വാർത്താ വിതരണ സ്രോതസ്സുകളെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്തോ ഇന്ത്യക്ക് മേൽക്കൈ ഉണ്ടായി, ഇന്ത്യയുടെ സൈനിക സംവിധാനത്തെ തകർക്കാൻ സാധിച്ചു, ഇന്ത്യ പാകിസ്ഥാന്റെ സിവിലിയൻ ടാർജറ്റുകളെ ആക്രമിച്ചു, ഇന്ത്യ പാകിസ്ഥാനെ അന്യായമായിട്ട് കടന്നു കയറിയിട്ട് അവിടെ അക്രമം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് കൊണ്ടുവരികയും പാകിസ്ഥാന്റെ വാദങ്ങളെ പൊളിച്ചെടുക്കുകയും ചെയ്യണം. മൂന്നാമത്തത്, തീവ്രവാദത്തിനെതിരായി, ഭീകരവാദത്തിനെതിരായിട്ടൊരു ഗ്ലോബൽ കൺസെൻസസ് ഉണ്ടാക്കണം. പാകിസ്ഥാനാണ് LET ആണെങ്കിലും ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിലും ഇങ്ങനത്തെ തീവ്രവാദ സംവിധാനങ്ങളെ മുഴുവൻ ഫണ്ട് ചെയ്ത് അവരെ പിന്തുണച്ചിട്ട് അവരെ കൊണ്ട് ഈ ഭീകരവാദങ്ങൾ നടത്തിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാന് സാങ്ഷൻ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനാണെങ്കിലും ഭീകരതയ്ക്കെതിരെയുള്ള ഒരു കോമൺ കൺസെൻസസ്
കൺസെൻസസ് ഉണ്ടാക്കാനാണെങ്കിലും നമുക്ക് വേണം. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രേഡിനെയോ ഇൻഡസ്ട്രീനെയോ ഇതൊരു നിലയ്ക്ക് ബാധിക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. കാരണം ലോകരാജ്യങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യ ഒരു സൈനിക സംഘർഷത്തിലാണ്, ഇന്ത്യ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇനി വ്യവസായങ്ങൾക്ക് അത്ര നല്ല സമയമായിരിക്കില്ല, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സമയമല്ല, ഇന്ത്യയിൽ എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തുടങ്ങിയിട്ടുള്ള ആശങ്കകൾ ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, വിദേശ മൂലധനം ഇന്ത്യയിലേക്ക് വരാൻ തടസ്സം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. ഇന്ത്യയിൽ വളരെ സേഫായിട്ട് ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നത് ഉറപ്പുവരുത്തേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ ഇനി നടത്താൻ പോകുന്ന വലിയ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വാർഫെയറുകൾക്ക് ലോകത്തിൻ്റെ പിന്തുണ നമ്മൾ സമാഹരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി അന്യൂൾ ചെയ്തതുപോലെ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി നിങ്ങൾക്ക് അറിയുന്നത് പോലെ വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ഏർപ്പെട്ടിട്ടുള്ളൊരു കരാറാണ്. ആ കരാറിൽ നിന്ന് നമ്മൾ ഏകപക്ഷീയമായിട്ട് പുറകോട്ട് പോകുമ്പോൾ ലോകരാജ്യങ്ങൾ നമുക്ക് എതിരാവുന്നില്ല, അവരുടെ സാങ്ഷൻസ് നമുക്ക് ഉണ്ടാവുന്നില്ല, അവരുടെ പിന്തുണ നമുക്ക് തന്നെ പറഞ്ഞതുപോലെ വളരെ നിർണായകമായ, വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ അയക്കുന്ന ആളുകളെ പറ്റി സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ഒരു കാഴ്ചപ്പാടുണ്ടാകും. ശശി തരൂരുമായി കിരൺ റിജിജു അതിനു മുമ്പ് ആശയവിനിമയം നടത്തിയിട്ടുമുണ്ട്. പക്ഷെ കോൺഗ്രസിനോടാണ് ഇത് ചോദിക്കുന്നത്. പിന്നീട് ശശി തരൂരിനെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും കോൺഗ്രസിനോട് ചോദിക്കാം. അങ്ങനെ ഉണ്ടായില്ല. അല്ല നോക്കൂ, ശശി തരൂരിനെ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത്? ശശി തരൂർ നിലവിൽ പാർലമെന്റിന്റെ വിദേശകാര്യ കമ്മിറ്റിയുടെ ചെയർമാനാണ്. കമ്മിറ്റി ഓൺ എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്ന വിദേശ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ രൂപീകരിക്കുന്ന പാർലമെന്റിന്റെ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. അദ്ദേഹം മുൻ വിദേശകാര്യമന്ത്രിയാണ്, വിദേശകാര്യ സഹമന്ത്രിയാണ്. അദ്ദേഹം UN അണ്ടർ സെക്രട്ടറി ആയിട്ട് ഇത്തരത്തിലുള്ള ഗ്ലോബൽ എക്സ്പോഷറുള്ള ആളാണ്. ഇത്തരത്തിലുള്ള ധാരാളം ഡെലിഗേഷൻസ് നയിച്ച് പരിചയമുള്ള ഒരാളാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ വളരെ നാഷണലിസ്റ്റിക് ആയിട്ടുള്ള, രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തിനൊപ്പമുള്ള ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ട് ഇന്ത്യയെ ഒരു ഫോറത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ എന്തുകൊണ്ട് യോഗ്യനായിട്ടുള്ള ഒരാൾ അദ്ദേഹമാണ്. കോൺഗ്രസ് അദ്ദേഹത്തെ തന്നെ ആയിരിക്കും നിർദ്ദേശിക്കുക എന്നൊരു സ്വാഭാവികമായിട്ടുള്ള എക്സ്പെക്ടേഷൻ അവിടെ ഉണ്ട്. ഇവിടെ BJP ശശി തരൂരിനെ നേരിട്ട് ബന്ധപ്പെട്ടു. ശശി തരൂർ അതിലുള്ള തൻ്റെ താല്പര്യം അറിയിച്ചു. അദ്ദേഹം അപ്പോൾ തന്നെ ഞാൻ തയ്യാറാണ് എന്നത് അറിയിച്ചു. അതിനുശേഷം അദ്ദേഹം അത് കോൺഗ്രസ് പാർട്ടിയും അറിയിച്ചു. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ളതല്ലേ ശരിയായിട്ടുള്ള ചോദ്യം. ഇവിടെ ശശി തരൂരിനെ വേണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നു. എബ്രാഹിമിനോട് ചോദിക്കുന്ന ചോദ്യം തന്നെ അത് തന്നെയാണ്. പക്ഷെ ഞാൻ അങ്ങയോട് ചോദിച്ച ചോദ്യം, ശശി തരൂരിന്റെ ഒരു പ്രൊഫഷണൽ സ്കില്ലിലോ അദ്ദേഹത്തിന്റെ കാരിസ്മയെ കുറിച്ചോ അദ്ദേഹത്തിന്റെ വ്യക്തി വൈഭവത്തെ കുറിച്ചോ ഇന്റർനാഷണൽ അഫയേഴ്സിലെ അദ്ദേഹത്തിന്റെ സ്കില്ലിനെ കുറിച്ചൊന്നും ഇവിടെ ആർക്കും സംശയമില്ല. എന്തുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞ ആളുകളെ സ്വീകരിച്ചില്ല? പിന്നെ തരൂർ തന്നെ വേണമെന്ന് തോന്നിയാൽ വീണ്ടും കോൺഗ്രസിനോട് അത് ആവശ്യപ്പെട്ടത്. ഇതിപ്പോ ഈ തരൂർ നയിക്കുന്ന 7 അംഗ സംഘത്തിൽ എല്ലാവരുടെയും പേരിനോടൊപ്പം തന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് രാജ്യ താല്പര്യത്തിനാണെങ്കിലും രാഷ്ട്രീയ പ്രതിനിധികളുടെ സംഘമാണ്. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ട് കോൺഗ്രസിന് വിശ്വാസത്തിലെടുത്തില്ല എന്ന് ചോദിക്കുള്ളൂ. ഇങ്ങനെ തന്നെ വേണമായിരുന്നു എന്നല്ല എൻ്റെ അഭിപ്രായം. ഞാൻ അങ്ങയോട് ചോദിക്കാവുന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അല്ല, കോൺഗ്രസിന് എൻ്റെ ഉത്തരം ഞാൻ പറയാം. നോക്കൂ, എന്തുകൊണ്ട് കോൺഗ്രസിനെ നമുക്ക് ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഈ നിലയിൽ വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകൾ നിങ്ങൾ നോക്കൂ. ഇങ്ങനെ ഒരു വിഷയത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ഇന്റർനാഷണൽ ഫോറത്തിൽ പോയിട്ട് രാജ്യത്തിന്റെ പൊതു താല്പര്യത്തെ റെപ്രസെന്റ് ചെയ്യേണ്ട ഒരു സംവിധാനത്തെ 4 ആളുകളെ ആവശ്യപ്പെടുമ്പോൾ കോൺഗ്രസ് അതിൽ ഏതെങ്കിലും നിലയിൽ ആരോപണ വിധേയരല്ലാത്ത, കളങ്കിതമായിട്ടുള്ള റെക്കോർഡില്ലാത്ത, ഒരു നിലയ്ക്കും കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് ഉറപ്പുള്ള ആൾക്കാരെയാണ് നിർദ്ദേശിക്കേണ്ടിയിരുന്നത്. കോൺഗ്രസ് നിർദ്ദേശിച്ചതാര്യ 4 പേരിൽ 2 പേരെ പറ്റി ഞാൻ പറയാം, എന്നെ തടസ്സപ്പെടുത്തരുത്. ഒന്ന് ഗൗരവ് ഗൊഗോയാണ്. ഗൗരവ് ഗൊഗോയിനെ പറ്റിയിട്ട് ഹിമന്ത് ബിശ്വാസ് ശർമ്മ, അസാമിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത് ബിശ്വാസ് ശർമ്മ പറഞ്ഞിട്ടുള്ള ആരോപണം ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്താണ്? അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള എലിസബത്ത് കോൾബൺ എന്ന് പറയുന്ന വിദേശ വനിത പാകിസ്ഥാന്റെ ഒരു NGOയുടെ ഉദ്യോഗസ്ഥയായിരുന്നു. അവർ വിവാഹശേഷം ഇന്ത്യയിൽ വന്ന് താമസിച്ചതിന് ശേഷവും മാസങ്ങളോളം പാകിസ്ഥാനിൽ നിന്നുള്ള ശമ്പളം കൈപ്പറ്റിയിട്ടുണ്ട്. അവർ 15 ദിവസത്തോളം പാകിസ്ഥാൻ സന്ദർശിച്ച് പാകിസ്ഥാനിൽ താമസിച്ചിട്ടുണ്ട്. ഇവർ മാത്രമല്ല, ഇവരോടൊപ്പം ഗൗരവ് ഗൊഗോയും പാകിസ്ഥാനിലേക്ക് അട്ടാരി ബോർഡർ വഴി പോവുകയും പാകിസ്ഥാനിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ 90 യുവാക്കളെ പാകിസ്ഥാൻ എംബസിയുമായി ബന്ധപ്പെടുത്തിയിട്ട് അവിടുത്തെ ഒരു പ്രോജക്റ്റിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ടെന്ന് സംശയം, അങ്ങനെ ആരോപണം ഉന്നയിക്കപ്പെട്ട, അതിനെതിരെ ഗൗരവ് ഗൊഗോയ് ഇപ്പോഴും ഒരു നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, ഈ ഹിമന്ത് ബിശ്വാസ് ശർമ്മയ്ക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കാനോ ഒരു ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാനോ ഇദ്ദേഹം തയ്യാറായിട്ടില്ല. പാകിസ്ഥാനുമായിട്ട് ഇത്രയും അടുത്ത ബന്ധമുണ്ട്, പാകിസ്ഥാനിൽ പോയി താമസിച്ചിട്ടുണ്ട്, പാകിസ്ഥാനിലെ ശമ്പളം പറ്റുന്നുണ്ട് എന്ന ആരോപണ വിധേയനായിട്ട് ആളെ ഇങ്ങനത്തെ ഒരു ടീമിൽ ഉൾപ്പെടുത്തുന്നു. അതൊന്ന്. രണ്ടാമത്തെ ആളാരാ? സർ
സയ്യിദ് നസീർ ഹുസൈൻ എന്ന് പറയുന്ന MP, കർണാടകയിൽ നിന്നുള്ള MP, നസീർ ഹുസൈനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവസാനം കേട്ടിട്ടുള്ള വാർത്ത ഏതാണെന്നൊന്ന് ഓർത്തു വെക്കൂ. അദ്ദേഹം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ അനുയായികൾ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയതുമായി ബന്ധപ്പെട്ട് കർണാടകത്തിൽ സംഘർഷം നടക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് ഉണ്ടാവുകയും ഇതുമായിട്ട് അന്വേഷണം നടത്തിയിട്ട് 3 പേരെ പാർട്ടി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ട്. അതായത് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പരസ്യമായിട്ട് മുദ്രാവാക്യം മുഴക്കിയിട്ടുള്ള, അതിന്റെ പേരിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചർച്ചയ്ക്ക് വിധേയനായിട്ടുള്ള, ഇപ്പോഴും അതിന്റെ ആരോപണം നേരിടുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ വളരെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള കോൺഗ്രസ് അയച്ചത് പാക് അനുകൂല നിലപാടുള്ള നേതാക്കളുടെ പട്ടികയാണ് എന്നുള്ള BJPയുടെ ആരോപണം ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു. അത് അങ്ങയിൽ നിന്ന് കിട്ടാനാണ് ഞാൻ 3 ചോദ്യങ്ങൾ അങ്ങയോട് ചോദിച്ചത്. എന്തുകൊണ്ട് കോൺഗ്രസിനെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് അങ്ങയിൽ നിന്ന് ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഈ 3 ചോദ്യങ്ങളും ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഞാൻ അങ്ങേലേക്ക് വരാം. ശരി, അങ്ങേലേക്ക് വരാം. അല്ല, അത് BJPയുടെ സംശയമാണ്. അത് പക്ഷേ പാർട്ടി നിലപാടെന്ന രീതിയിൽ അങ്ങ് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ അതാണ് അങ്ങയോടുള്ള ചോദ്യത്തിൽ നിന്ന് ലക്ഷ്യമിട്ടത്. അങ്ങയുടെ ആ ഉത്തരമായിരുന്നു. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ ജെക്സി തോമസ്, ഇപ്പോൾ തരൂർ പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. അതിൽ അവർ എന്ന് പറയുന്ന ഒരു കാര്യം, ആ ഒരു പ്രയോഗത്തെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു വേർതിരിവ് കൃത്യമായി പ്രകടമാണ്. പക്ഷെ അതിനപ്പുറത്ത് തരൂർ എന്ന പേര് നമ്മൾ ഇന്നോ ഇന്നലെയോ അല്ല ഈ ഇങ്ങനെയൊരു സർവകക്ഷി സംഘത്തെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത്. തരൂർ അതിലുണ്ടാകും എന്ന വാർത്തകൾ വരുന്നുണ്ടായിരുന്നു, തരൂർ അതിനെ നയിക്കും എന്ന വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ സാധാരണ മലയാളികൾ എന്ന നിലയ്ക്ക് പോലും തരൂരാണ് അത്തരമൊരു സംഘത്തെ നയിക്കേണ്ടത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു തർക്കം അല്ലെങ്കിൽ ഒരു വേറിട്ട ചിന്ത സാധാരണഗതിയിൽ ആർക്കും ഉണ്ടാവേണ്ടതല്ല. ഇങ്ങനൊരു വിഷയം തികഞ്ഞ രാഷ്ട്രീയ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു നയതന്ത്ര തകർച്ചയല്ലേ? ഇത് നോക്കൂ, ഈ യുദ്ധത്തിന്റെ സമയത്ത് തന്നെ ഒരു ഗയാ പോസ്റ്റ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. എത്ര വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ എറിഞ്ഞുകൊടുത്തു. ഐക്യബോധത്തോടെ ഒറ്റ മനസ്സോടുകൂടി അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ്? കാർഗിൽ മുതൽ കന്യാകുമാരി വരെ ഒരൊറ്റ മനസ്സ് എന്നുള്ളതാണ്. അതിന് വിഘാതമായി നിൽക്കുന്നു കോൺഗ്രസ് എന്ന് BJPക്ക് രാഷ്ട്രീയമായി പറയാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി കൊടുത്ത ജാഗ്രത കുറവുണ്ടായി. പിന്നീട് ഹൈക്കമാൻഡിന് അതിനെ തിരുത്തേണ്ടി വന്നു. ഈ തരത്തിലുള്ള രാഷ്ട്രീയ കളികൾ ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ കാര്യത്തിനകത്ത് അല്പം കൂടെ ഗൗരവപൂർണമായ മാനം കൽപ്പിച്ചുകൊണ്ടായിരിക്കണം ഈ വിഷയങ്ങളെ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾ കരുതുന്നത്. കാരണം ഇവിടെ നമ്മൾ കാണുന്നു, ഇപ്പോൾ BJPയുടെ പ്രതിനിധി അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ അവതരിപ്പിക്കവേ അദ്ദേഹം വളരെ ഭംഗിയായി ഉപയോഗിച്ചൊരു പദപ്രയോഗമുണ്ട്. അത് പോസ്റ്റ് പെഹൽഗാം ഇന്ത്യൻ അന്തരീക്ഷത്തിൽ പല സംഘപരിവാർ ഹാൻഡിലുകളും ഉയർത്തുന്ന ഒരു സ്വഭാവത്തോടു കൂടിയുള്ള പ്രതികരണമാണ് അദ്ദേഹം ഇവിടെ നടത്തിയത്. അദ്ദേഹം പറഞ്ഞു വരുന്ന വഴിയിൽ രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതായത് പെഹൽഗാമാനന്തരമുള്ള ഇന്ത്യൻ അന്തരീക്ഷം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, അവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ സങ്കുചിതത്വങ്ങൾക്ക് അപ്പുറം നിന്നുകൊണ്ട്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും വെല്ലുവിളി നേരിടുന്ന ഏതു ഘട്ടത്തിലും നമ്മൾ ഇന്ത്യക്കാർ എന്ന അർത്ഥത്തിൽ അഭിമാനത്തോടുകൂടെ ഈ രാജ്യത്തിന്റെ പതാകവാഹകരായി കരുത്തോടുകൂടെ നിലയുറപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ്, ഇപ്പോഴും ശ്രമിക്കുന്നവരാണ്. അവിടെ സങ്കുചിതമായ ഒരു അഭിപ്രായമാണ് നിർഭാഗ്യവശാൽ വീണ്ടും സംഘപരിവാർ പ്രതിനിധി എന്ന നിലയിൽ ഇവിടെ BJPയുടെ നേതാവ് അവതരിപ്പിച്ചത്. പക്ഷേ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഇത്തരം ഒരു ചർച്ചയുടെ അന്തരീക്ഷത്തിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ല, ബിയോണ്ട് പൊളിറ്റിക്കൽ വിത്ത് നേഷൻ എന്നുള്ളതല്ല, ബിഗിൻ പൊളിറ്റിക്കൽ വിത്ത് നേഷൻ, അതായത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്നവരാണ് ഇന്ത്യയിൽ മഹാഭൂരിപക്ഷവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നമ്മൾ കാണേണ്ടത്, ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ ഇന്ത്യ എന്ന പൊതുവികാരത്തോടൊപ്പം നിലയുറപ്പിച്ച എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരേപോലെ ആവശ്യപ്പെട്ടത് പെഹൽഗാമിൽ സംഭവിച്ചതെന്ത്, കിലോമീറ്ററുകൾ കണക്കെ ഒരു വാഹനത്തിലും സഞ്ചരിക്കാൻ കഴിയാതെ വരുന്ന സ്ഥലത്ത്, കുതിരപ്പുറത്ത് മാത്രം സവാരി ചെയ്തും കാൽനടയായും എത്തേണ്ട സ്ഥലത്ത് 26ഓളം വരുന്ന സാധാരണക്കാരായ മനുഷ്യരെ കൊലവിളിച്ച് വന്നു പോയ തീവ്രവാദ സംഘം എവിടെ പോയി മറഞ്ഞു, എങ്ങനെ ഒരു സുരക്ഷാ വീഴ്ചയുണ്ടായി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗൗരവപൂർണമായ ചർച്ച നടക്കേണ്ടത് ഇന്ത്യൻ പാർലമെന്റിലും ഇന്ത്യക്കുള്ളിലുമായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത് അറിയാൻ അവകാശമുണ്ട്. മറ്റൊരു RSS താല്പര്യമുള്ള മാധ്യമ പ്രവർത്തകന്റെ വാചകം വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാൻ കഴിയുന്നതാണ്, ദ നേഷൻ വാണ്ട്സ് ടു നോ, ഇന്ത്യക്ക് അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പട്ടാള സാന്ദ്രതയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരാളെയും ഒരു സുരക്ഷാ പടനെയും നേർക്കുനേരെ അഭിസംബോധന ചെയ്യേണ്ട വരാതെ എങ്ങനെ നമ്മുടെ സഹോദരന്മാരെ കൊലപ്പെടുത്തി ഈ സംഘം എങ്ങനെ നാടുവിട്ടു, ആർക്കാണ് വീഴ്ചയുണ്ടായത്, ഇത് ഇന്ത്യൻ പാർലമെന്റിലൂടെയും ഇന്ത്യയോടും വിശദീകരിക്കുന്നതിന് പകരം
ഇവിടെ ലോകത്തോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു നയതന്ത്ര സംഘത്തിന് രൂപം നൽകുന്നു. CPIMന്റെ പോളിറ്റ് ബ്യൂറോ പ്രതികരിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, പക്ഷേ ഞങ്ങൾ ഈ സംഘത്തിന്റെ ഭാഗമാകും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രാജ്യസഭാ കക്ഷി നേതാവ് കൂടിയായിട്ടുള്ള ഡോക്ടർ ജോൺ ബ്രിട്ടാസിന് ഈ സംഘത്തിന്റെ ഭാഗമാകാനുള്ള ക്ഷണം ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിയോജിപ്പോട് കൂടെ ആയിരിക്കും ഇന്ത്യൻ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ ഇതിന്റെ ഭാഗമാകുന്നത്. കാരണം നിശ്ചയമായും ഇന്ത്യയുടെ ഭാഗം ഇവിടെ സൂചിപ്പിച്ചതും പറഞ്ഞതും പോലെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ നിർവഹിച്ച പങ്കിനെ സംബന്ധിച്ച്, തീവ്രവാദ വിരുദ്ധമായ ഇന്ത്യൻ നിലപാടിനെയൊക്കെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ വലിയ മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ഈ കാര്യത്തിനകത്ത് ഭീകരവാദികളുടെ പിന്തുണയോടുകൂടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തരണത്തിൽ പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു പേര് മുഹമ്മദ് സുബൈറിന്റെയാണ്. ആർട്ട് ന്യൂസിന്റെ സ്ഥാപകൻ കൂടെ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, അല്പനാളുകൾക്ക് പുറകിൽ വരെ ഇന്ത്യൻ സംഘപരിവാരം ഏറ്റവും കൂടുതൽ വേട്ടയാടിയ അദ്ദേഹമാണ് ഇന്ത്യയിലും ലോകത്തും ഏറ്റവും സവിശേഷകരമായി ഇത്തരം മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനുകളെ തുറന്നു കാട്ടി ഇന്ത്യയുടെ മാനം കാത്തത് എന്നുള്ളത് ഈ തരത്തിൽ പ്രത്യേകം പ്രസ്താവനയ്ക്ക് അർഹനാണ് അദ്ദേഹം. പക്ഷേ ഞാൻ ആവർത്തിക്കുന്നു, ഇന്ത്യക്കകത്തും ഇന്ത്യയിലെ ജനങ്ങളോടും ഇത് വിശദീകരിക്കേണ്ടതായിരുന്നു പ്രാഥമികമായി ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെന്റ് ഒരൊറ്റ കാര്യം. പക്ഷേ ജയ്ക്ക് അവിടെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു സീസ് ഫയർ മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിനപ്പുറം ഇനി പ്രകോപനങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്കുറപ്പില്ല. ഏത് രാത്രിയിലും വേണമെങ്കിലും ഇനി മറ്റൊരു പ്രകോപനം ഉണ്ടാകാം. ആ സമയത്ത് നമുക്ക് ഈ പറയുന്നത് പോലെ പാർലമെന്റ് സമ്മേളനം വിളിക്കുക, ജനപ്രതിനിധികളെ വിശ്വാസത്തിലെടുക്കുക, സീസ് ഫയറിന് മുൻപ് തന്നെ ജനപ്രതിനിധികളെ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് തന്നെയായിരുന്നു. അതിലൊന്നും നമ്മൾ തമ്മിൽ തർക്കമില്ല. പക്ഷേ അതേപോലെ തന്നെ പ്രധാനമാണ് ലോകരാജ്യങ്ങളെയും നമ്മുടെ നിലപാട് അറിയിക്കുക എന്നുള്ളത്. തൊട്ടടുത്ത നിമിഷം മറ്റെന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായി നമുക്ക് ഡയറക്റ്റായി നോക്കൂ, ഏത് സമയത്ത് എന്ത് പ്രകോപനം ഉണ്ടായെങ്കിലും അത് യുദ്ധത്തിനുള്ള ആഹ്വാനമാണ് എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ സീസ്ഫയറിലേക്ക് പോയത്. അതിനു മുൻപ് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ, ഏറ്റവും അടുത്ത മണിക്കൂറുകളിൽ, ഏറ്റവും അടുത്ത മിനിറ്റുകളിൽ ലോകത്തെ വിശ്വാസത്തിലെടുക്കേണ്ട ആവശ്യം തുല്യ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നല്ലേ? തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു അൺപ്ലസന്റ് ട്രൂത്ത് എന്നതുപോലെ, അനിഷ്ടകരമായ യാഥാർത്ഥ്യം എന്നതുപോലെയാണ് ഈ പ്രാഥമികമായ കാര്യം നിർവഹിക്കാതെ മറിച്ച് ലോകത്തെ അഭിസംബോധന ചെയ്യാനുള്ള ഈ ശ്രമത്തിന്റെ ഭാഗമാകും CPIM, ഭാഗമാകും ഇന്ത്യയിലെ പ്രതിപക്ഷം, ഇടതുപക്ഷം ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയേണ്ടവർ. എന്തുകൊണ്ടാണ് ഇത് നിർവഹിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതിന്റെ പ്രയോറിറ്റിയെ സംബന്ധിച്ചാണ് തർക്കമുണ്ടായിരുന്നത്. ഇത്രയും ആളുകൾ മരണപ്പെട്ട, ഇത്രയും വലിയ തീവ്രവാദി ആക്രമണത്തെ നേരിടേണ്ട വന്ന, ഇത്രയും ശതകോടിക്കണക്കിന് വരുന്ന രൂപ, ഇന്ത്യൻ ബഡ്ജറ്റിന്റെ ലയൺ ഷെയർ എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്, സിംഹഭാഗം നീക്കിവെക്കുന്നത് ഇന്ത്യൻ മിലിറ്ററിക്കും ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്കും വേണ്ടിയിട്ടാണ്. അത്രയധികം 10,000-കണക്കിന് വരുന്ന കോടികൾ ഇന്ത്യയിലെ ജനങ്ങളുടെ സാമാന്യ ജീവിതത്തിനും വിദ്യാഭ്യാസത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ദാരിദ്ര്യം തുടച്ചു നീക്കാനും പട്ടിണി ഇല്ലാതാക്കാനും ഒക്കെ ചെലവഴിക്കേണ്ട വലിയൊരു വിഭാഗം വരുന്ന തുക ചെലവഴിച്ചിട്ടും എങ്ങനെ ഇത്രയും വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന പ്രാഥമികമായ, ലളിതമായ, സയുക്തികമായ ചോദ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം ഇത്തരം ഒരു ഏർപ്പാടിലേക്ക് പോകുമ്പോൾ ഇത് നടത്തേണ്ടതല്ല എന്നൊരു പ്രതികരണം, എന്നൊരു അഭിപ്രായവും ഇന്ത്യൻ ഇടതുപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പ്രയോറിറ്റി നിശ്ചയിച്ചതിലും അതിന് ആളുകളെ തെരഞ്ഞെടുത്ത രീതിയും ഒട്ടും ജനാധിപത്യപരമല്ല, ഒട്ടും ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അനുകരണീയമായ ഒരു മാതൃകയല്ല എന്ന കാര്യം ആവർത്തിച്ചൂന്നി പറയേണ്ടതുണ്ട്. അതങ്ങനെ തന്നെ പറയുന്നു. ശരി, ഡോക്ടർ പി ജെ വിൻസെന്റ്, എത്രത്തോളം അനിവാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ തന്നെ, അല്ലെങ്കിൽ ശശി തരൂരിനെ തന്നെ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്? ഇപ്പോൾ കോൺഗ്രസ് അങ്ങനെ ഒരു താല്പര്യത്തിന്റെ പേരിൽ അത് ചെയ്യുന്നില്ല എങ്കിൽ ഏറ്റവും മികച്ച സംഘത്തെ അയക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള തീരുമാനമാണ് എങ്കിൽ ഞാൻ എന്ന് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിനൊക്കെ അപ്പുറം, ഇതിലൊന്നും രാഷ്ട്രീയമായ ചായ്വുകളില്ല എന്ന് വിചാരിക്കാൻ തക്ക നിഷ്കളങ്കരായി നമുക്ക് തുടരാൻ കഴിയില്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയം തന്നെയാണ് അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്നത് എന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, അങ്ങനെ അല്ല എങ്കിൽ തരൂരിനെ വേണം എന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്താൽ അതിൽ തെറ്റുണ്ട് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? വളരെ പ്രശ്നഭരിതമായ ഒരു മേഖലയാണ് ഇത്. ഇപ്പം ജയ്ക്ക് പറഞ്ഞ കാര്യം വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. രാഷ്ട്രീയത്തോടൊപ്പം രാജ്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് വളരെ നല്ല ഒരു പ്രയോഗമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. നമ്മളുടെ രാഷ്ട്രീയ നിലപാടുകൾ ശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ കാലത്തും സമാധാനത്തിന്റെ കാലത്തും രാഷ്ട്രത്തിനൊപ്പം നിൽക്കുക എന്നത് ശരിയും ശാസ്ത്രീയവുമായ തത്വാധിഷ്ഠിതമായ നിലപാടാണ്. ഇന്നത്തെ സാഹചര്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങളോട് ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കേണ്ടി വരുന്നത്? കാരണം ഇന്ത്യയുടെ പരമ്പരാഗതമായ നിലപാടിൽ നിന്ന് ഒരു വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. അത് സ്റ്റേറ്റ് പോളിസിയിൽ മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നതാണ് പ്രധാനം.
ആ സ്റ്റേറ്റ് പോളിസിയിൽ ഒരു സീ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അത് ലോകരാഷ്ട്രങ്ങളോട് വിശദീകരിക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരോടും അത് വിശദീകരിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളോടും അത് വിശദീകരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പാർലമെന്റ് രൂപപ്പെട്ടു വരുന്നത് തന്നെ രാഷ്ട്രീയ പാർട്ടികളിലൂടെയാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ട് ഇന്ത്യക്കാരോട് സംസാരിക്കുന്നു എന്നതിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളോട് സംസാരിക്കുന്നു എന്ന് കൂടി അർത്ഥമുണ്ട്. അപ്പൊ അതുകൂടെ പരിഗണിച്ചുകൊണ്ട് വേണം ഗവൺമെന്റ് ഇത് സംബന്ധിച്ച നിലപാടുകളിലേക്ക് പോകാൻ. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പോളിസിയിൽ വന്ന മാറ്റം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. അതിൽ ഒന്നാമത്തത് ഭീകരതയുടെ വേരറുക്കുന്ന വിധം, ഭീകരതയുടെ പ്രഭവ കേന്ദ്രം എവിടെയാണോ അവിടെ ഞങ്ങൾ ആക്രമിക്കും എന്നുള്ളത്. രണ്ടാമത്, ആണവായുധം കാണിച്ച് ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ല. ഒരു ആണവ രാജ്യം എന്ന നിലയിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ ഒരു സമാധാനം വേണം എന്ന് ലോകരാഷ്ട്രങ്ങൾ ആര് ആവശ്യപ്പെട്ടാലും ഇന്ത്യയിലേക്ക് നിരന്തരമായി ഭീകരവാദികളെ കയറ്റി അയക്കുന്ന സന്ദർഭത്തിൽ അത് പരിഗണിക്കാതെ ഞങ്ങൾ ആക്രമണം നടത്തും. അത് യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അക്രമം നടത്തുന്ന ഭീകരരും അതിന്റെ പിന്നിലുള്ള ഭീകര സംഘടനകളും മാത്രമല്ല, അവരെ പാലൂട്ടി വളർത്തുന്ന ഗവൺമെന്റുകളെയും രാഷ്ട്രത്തെയും ഞങ്ങൾ ലക്ഷ്യം വെക്കും എന്നുള്ളതാണ്. ഇത് മൂന്നും ഇന്ത്യയുടെ പരമ്പരാഗതമായ നയത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റമാണ്. ഈ മാറ്റം യഥാർത്ഥത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട്. അത് ലോകത്തോടും വിശദീകരിക്കേണ്ടി വരും, ഇന്ത്യക്കാരോടും വിശദീകരിക്കേണ്ടി വരും. ഇതിലെ രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് ആണവായുധത്തിന്റെ വിഷയമാണ്. ഈ മേഖല, നമ്മൾ താമസിക്കുന്ന ഈ മേഖല 4 ആണവ ശക്തികളുടെ ഒരു കേന്ദ്രമാണ്. അവിടെ ലോകത്തിൽ ഏറ്റവും അധികം ആണവായുധങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമായ റഷ്യ, ചൈന, ഇന്ത്യ, അതുപോലെ പാകിസ്ഥാൻ. ഈ 4 രാജ്യങ്ങളും ആണവരാജ്യമാണ്. അസാമാന്യമായ സൈനിക ശേഷിയുള്ള രാജ്യങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ചെറിയൊരു സ്പാർക്ക് പോലും ഒരുപക്ഷെ നമ്മൾ ഇതുവരെ സങ്കല്പിക്കാൻ പറ്റാത്ത പ്രത്യാഘാതങ്ങളിലേക്ക് എത്തിയേക്കാം. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി തന്നെ ഇന്ത്യക്ക് അതിന്റെ ഉത്തരവാദിത്വത്തോടു കൂടി ആണവ നയം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ഉത്തരവാദിത്വമുള്ള ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യ അതിന്റെ ആണവ നയത്തിൽ ഒരു മാറ്റം വരുത്തുമ്പോൾ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരു ആണവ രാഷ്ട്രമാണ്, അവരാണവായുധം പ്രയോഗിച്ചേക്കാം എന്നതുകൊണ്ട് നമ്മൾ ഭീകരവിരുദ്ധ സമരത്തിൽ നിന്ന്, ഭീകരവിരുദ്ധ യുദ്ധത്തിൽ നിന്ന്, അതിന്റെ ഭാഗമായ സൈനിക നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നതാണ്. അതിന്റെ ഒരു ലോജിക്ക് തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അത് വളരെ സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ഡൊമൈനാണ്. പി ജെ വിൻസെന്റ്, അതിൽ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ യുദ്ധ സമാനമായ സാഹചര്യം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ ആണവായുധത്തെ പറ്റി ആദ്യം സംസാരിക്കുന്നത് പാകിസ്ഥാനാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത് ഞങ്ങളുടെ ജോലിയേ അല്ല എന്ന് പറഞ്ഞു പോയ അമേരിക്ക ഈ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നതും ഈ കാര്യങ്ങൾക്ക് ഇടനില നിൽക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്നതും. പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം ഈ ആണവായുധം എന്ന കാര്യത്തെപ്പറ്റി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനപരമായ പരാമർശത്തെ തുടർന്നാണ്. നമ്മൾ ആണവ കുട്ടിച്ചാത്തൻ എന്ന് മുൻപൊരിക്കൽ അങ്ങ് തന്നെയാണെന്ന് തോന്നുന്നു ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത്. ആ നിലയ്ക്കൊരു തെമ്മാടി രാഷ്ട്രം നിലകൊള്ളുന്നതിനിടയിലാണ് ലോകരാജ്യങ്ങൾക്ക് ഇതിൽ ഇടപെടേണ്ടി വന്നത്. ഇത് ബോധിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈ ജെ.സി. തോമസ് ഈ ചർച്ചയിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമുക്കുണ്ടായ സുരക്ഷാ വീഴ്ചകൾ, നമ്മൾ അറിയാതെ പോയ ഇടപെടലുകൾ, ഭീകരർ 4-5 ദിവസം മുമ്പ് അവിടേക്ക് വന്നു നിൽക്കുന്നു, അവർക്ക് ഇത്രയധികം ആളുകളെ കൊലപ്പെടുത്താൻ കഴിയുന്നു, അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസമാണ് അതിലൊരാളെ കൊലപ്പെടുത്താൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞത്. ഈ കാര്യങ്ങൾ കൂടി ജനത്തെ, ആളുകളെ അറിയിക്കുക മാത്രമല്ല, വിശ്വാസത്തിലെടുക്കുക കൂടി വേണ്ടേ നമ്മൾ സുരക്ഷിതരാണ് എന്ന കാര്യം? അതൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് പാർലമെന്റിൽ മാത്രമല്ലേ? തീർച്ചയായിട്ടും ഇതിൽ പ്രധാനപ്പെട്ട വിഷയം, ഈ ഭീകരർ അവിടെ വന്നിട്ട് അവർ എവിടെയാണ്, അവർ തിരിച്ചു പോയി, അവരെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചു. അതേസമയം അത്തരമൊരു സാഹചര്യം അവിടെ ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇതാണ് അതിലൊരു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിട്ടുള്ള അതിശക്തമായ കോമ്പിംഗ് ഓപ്പറേഷന്റെ ഫലമായിട്ട് ഇപ്പോൾ ഷോപ്പിയാൻ, ത്രാൾ മേഖലയിലായിട്ട് 8 ആളുകൾ, അവര് ഭീകരവാദത്തെ സഹായിച്ച ആളുകളാണ്.
അപ്പോൾ ഈ പഹൽഗാമിലേക്ക് വരാൻ ഇവരെ സഹായിച്ച പ്രാദേശിക സഹായികൾ, പ്രാദേശിക ഭീകരന്മാരിൽ 14 പേരുടെ പേര് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 8 ആളുകൾ ഇതിനകം കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, അതൊക്കെ വളരെ എഫക്റ്റീവായി പ്രവർത്തിക്കണം. ഇത്രയധികം സൈനിക സാന്ദ്രതയുണ്ടല്ലോ. എങ്കിലും നമുക്ക് വേണ്ടത്ര പ്രതിരോധം ഉണ്ടായില്ല എന്നത് വാസ്തവമാണ്. അല്ല, ഇത്തരത്തിൽ മുൻകൂട്ടി ഇത്തരം കാര്യങ്ങളെ കണ്ട് പ്രതിരോധിക്കുന്നതിൽ പലപ്പോഴും ഒരു രാഷ്ട്രം എന്ന നിലയിൽ നമുക്ക് പരാജയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സാഗര ഭീകരതയുടെ സാധ്യത ഇതിനു മുമ്പ് എത്രയോ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മുംബൈ എന്ന പ്രദേശത്ത്, മുംബൈ എന്ന് പറഞ്ഞ മഹാനഗരത്തിൽ കടലിലൂടെ വന്ന് കരയിലിറങ്ങി ഇത്ര വലിയൊരു അക്രമം നടത്താൻ പറ്റും എന്ന് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല. അപ്പം അതുപോലെ 1999 കാർഗിൽ ഇൻകർഷൻ ഈ ശൈത്യകാലം തുടങ്ങുമ്പോൾ പോകുന്നതാണ്. ശൈത്യകാലത്ത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയെ സംബന്ധിച്ച് നമ്മുടെ മിലിറ്ററി ഡോക്ടറിനിലൊക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മൾക്ക് അത് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല. പിന്നീടാണ് നമ്മൾ മനസ്സിലാകുന്നത് 12 കിലോമീറ്റർ ഉള്ളിലേക്ക് അവർ വന്നു എന്നുള്ളത്. അപ്പോൾ നിരന്തരമായി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന രാജ്യം ആണ് പാകിസ്ഥാൻ. തെമ്മാടി രാഷ്ട്രമെന്ന് താങ്കൾ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ പോലും സുരക്ഷ ഒഴിവാക്കാൻ പറ്റില്ല എന്ന ഒരു കാര്യമാണ് പഹൽഗാം ഒരിക്കൽ കൂടി നമ്മളോട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി പഹൽഗാമിനോട് കൂടി ഭീകരത അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, ജയ്ക്ക് അടക്കമുള്ള ആളുകൾ ഇന്ത്യയിലെ പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ള ഈ ആരോപണത്തെ, അല്ല ഒരു വിമർശനത്തെ, ഈ വിമർശനത്തെ പോസിറ്റീവായി ഗവൺമെന്റ് കാണണം എന്നാണ് എന്റെ അഭിപ്രായം. അത് പോസിറ്റീവായി കണ്ടുകൊണ്ട് പഹൽഗാമാനന്തര ഇന്ത്യയിൽ ഇനി ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടാവരുത്, ഇത്തരത്തിലൊരു സാധാരണ മനുഷ്യർ കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതിന് പറ്റുന്ന രീതിയിൽ 24 hours 364 days വിജിലന്റ് ആയിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാക്കണം എന്ന നിരത്തിൽ പോസിറ്റീവായി വിമർശനത്തെ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ സണ്ണിക്കുടി അബ്രഹാം, ഇപ്പോ ശശി തരൂരിന്റെ പ്രതികരണം വന്നു. അദ്ദേഹം ഈ ക്ഷണത്തെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു. രാജ്യ താല്പര്യമാണ് പ്രധാനം, വലിയ അംഗീകാരമായി കാണുന്നു, അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ ഇതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. രാജ്യ താല്പര്യമാണ് എനിക്ക് പ്രധാനം എന്ന് അദ്ദേഹം പറയുന്നു. ഈ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട അവരോട് പ്രതികരണം തേടൂ എന്ന് പറയുന്നു. ഈ ക്ഷണം താൻ സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിനൊപ്പം INC എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ നോട്ടീസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ താൻ ആ ക്ഷണം സ്വീകരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായാണ്. കോൺഗ്രസ് ഇത് ക്ഷണിച്ചു വരുത്തിയ മറ്റൊരു നയതന്ത്ര തകർച്ചയാണോ എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ശ്രീ ശങ്കുട്ടിദാസ് ആരോപിച്ച 2 കാര്യങ്ങൾ, ഇതിന് നേരത്തെ തന്നെ അമിത് മാളവ്യ അടക്കമുള്ളവർ ആരോപിക്കുന്ന ഒരു കാര്യമാണ്. ഹിമന്ത ബിശ്വ ശർമ്മ തുടർച്ചയായി ആരോപിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗൗരവ് ഗൊഗോയുടെയും നാസർ ഹുസൈന്റെയും സാന്നിധ്യം, അല്ലെങ്കിൽ ഈ പട്ടികയിൽ ഉൾപ്പെട്ട അവരുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത്. അതിനുള്ള മറുപടി കൂടി അങ്ങയുടെ അഭിപ്രായത്തിൽ. മാധു, ഇപ്പോൾ ശ്രീ വിൻസെന്റ്, അദ്ദേഹം വിദേശകാര്യ വിദഗ്ധനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. അതായത് പഹൽഗാം അനന്തരം ഇനി നമുക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടാവരുത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പുൽവാമ സംഭവിച്ചപ്പോഴും നമ്മളിത് തന്നെയാണ് പറഞ്ഞത്. പുൽവാമയിൽ എത്ര CRPF ആളുകളാണ് മരിച്ചത്? അന്ന് ജമ്മു കാശ്മീരിൻ്റെ ഗവർണറായിരുന്ന സത്യപാൽ മാലിക്കിൻ്റെ അഭിമുഖം അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അന്നും നമ്മളിതൊക്കെ തന്നെ പറഞ്ഞു. ഇവിടെ പുൽവാമയിൽ ഇത് സംഭവിച്ചിരിക്കുന്നു, ഇനി മറ്റൊരു സംഭവം ഇതുപോലെ ഉണ്ടാവരുത് എന്ന് പറഞ്ഞു. പിന്നെ ശ്രീ ശങ്കു ടി ദാസ്, അദ്ദേഹം 2 പ്രൊപ്പോസ്ഡ് പ്രതിനിധികൾ, കോൺഗ്രസിൻ്റെ 2 പ്രതിനിധികളെ പറ്റി പറഞ്ഞു. ഈ ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ആൾ നേരത്തെ കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന 7 നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പാർട്ടിയെ നയിച്ച എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് വിട്ടു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ ഈ ഗൗരവ് ഗൊഗോയുമായിട്ടുള്ള അധികാര തർക്കം, അല്ലെങ്കിൽ ഗൗരവ് ഗൊഗോയെ അദ്ദേഹത്തിന് പകരം, ഹിമന്തിനെ പകരം കൊണ്ടുവരുവാൻ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ശ്രമിച്ചതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടു പോകുന്നതെന്നുള്ളൊരു ചരിത്രം നമ്മളിവിടെ വിസ്മരിക്കരുത്. ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന് ഈ ഗൗരവ് ഗൊഗോയെ എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് ഈ പാകിസ്ഥാനുമായിട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? ഇവിടെ ശ്രീ ശങ്കു ടി ദാസ് പറഞ്ഞ ആരോപണങ്ങൾ, അല്ലെങ്കിൽ അത് ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്, വളരെ വളരെ രൂക്ഷമായ, വളരെ ഗൗരവതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. 100 ഇന്ത്യൻ ചെറുപ്പക്കാരെ പരിശീലിപ്പിച്ച് പാകിസ്ഥാനിൽ എത്തിച്ചെന്നോ കൊടുത്തെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് ശക്തമായ നടപടിയെടുക്കണം. നമ്മുടെ മുമ്പിൽ NIA എന്ന് പറയുന്ന ഒരു അന്വേഷണ സംഘമുണ്ടല്ലോ, അവരാണല്ലോ ഇത്തരം കേസുകളൊക്കെ അന്വേഷിക്കുന്നത്. NIA അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും നടപടി എടുത്തോ ഇതിനകം?
BJPയുടെ ഒരു മുഖ്യമന്ത്രിയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നാലെ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു അന്വേഷണം എന്തെങ്കിലും നടന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് കേൾക്കാം. നമ്മൾ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. അതായത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരാളുടെ പേര് പോലും എനിക്കറിയത്തില്ല, നസീർ എന്തോ പറഞ്ഞു ആ പേര്, അദ്ദേഹത്തിന് അനുകൂലികൾ നാസർ ഹുസൈൻ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ അദ്ദേഹത്തിന് അനുയായികൾ പാക് അനുകൂല നിയമ നടപടികളുണ്ട്, മുദ്രാവാക്യം വിളിച്ചു. അതെ, ഞാൻ ചോദിച്ചോട്ടെ, ഒരു ആളെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ MP ആകുമ്പോൾ അയാളുടെ അനുകൂലികൾ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ NI എന്ന് പറയുന്ന സംവിധാനം പിന്നെ എവിടെയായിരുന്നു? ഇവർക്ക് നടപടി എടുത്തുകൂടെ? ഇത് ഈ രാജ്യവും ശക്തിയും മഹത്വം എല്ലാം BJPയുടെ കയ്യിലായി പോയിരിക്കുന്നത്. NIA, ED, ഏത് ഏജൻസികൾ, CBI, IT ഇതെല്ലാം ഉപയോഗിച്ച് ആളുകളെ വേട്ടയാടുന്നുണ്ടല്ലോ. എന്നിട്ട് എന്തേ നടപടി എടുത്തില്ല? എടുക്കാമായിരുന്നല്ലോ. പിന്നീട് മറ്റൊരു കാര്യം ഇതുമായിട്ട് ചേർത്ത് ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങൾ ഈ പാകിസ്ഥാനുമായിട്ടുള്ള ചില ബന്ധം, അവിടെ പോയി അവിടെ ആരെയെ കണ്ടു, അവിടെ ഒരാഴ്ച താമസിച്ചു എന്നൊക്കെയാണല്ലോ, എനിക്ക് അറിഞ്ഞുകൂടാ, സത്യമായിട്ട് അറിഞ്ഞുകൂടാ. ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കണം. പക്ഷേ നിങ്ങളിപ്പോൾ കോൺഗ്രസിൻ്റെ ലിസ്റ്റ് ഒഴിവാക്കി നിങ്ങളിപ്പോൾ ഈ ഒരു ദൗത്യ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ഡെലിഗേഷൻ്റെ തലപ്പത്തേക്ക് നിയമിച്ചിരിക്കുന്ന ഈ ശശി തരൂർ, അദ്ദേഹത്തെക്കുറിച്ച് ഇതുപോലെ ആരോപണം പണ്ടുണ്ടായിരുന്നു. അതാരാ പറഞ്ഞത്? BJPക്കാരല്ലയോ പറഞ്ഞത്? അന്ന് നടന്ന ചർച്ചകളിൽ ഞാൻ ശശി തരൂരിനെ ശക്തമായിട്ട് ന്യായീകരിച്ച് സംസാരിച്ചത് ഞാനിപ്പോൾ ഓർക്കുക. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അതിവിടെ എടുത്തു പറയേണ്ട കാര്യമില്ല. അതൊരു അബദ്ധ ആരോപണമായിരുന്നു, അബദ്ധ പഞ്ചാംഗമായിരുന്നു. BJP ശശി തരൂരിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ കാര്യങ്ങൾ. BJP എങ്ങനെയൊക്കെ ശശി തരൂരിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ശശി തരൂരിൻ്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ലക്ഷ്യത്തോടു കൂടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് നമ്മളൊക്കെയാണല്ലോ, മാധു, നമ്മുടെ തിരുവനന്തപുരത്തല്ലയോ ഇരിക്കുന്നേ, നമ്മുടെ MP അല്ലയോ, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ കഴിഞ്ഞ കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കാനുള്ളൊരു സംവിധാനമുണ്ട്. അതെല്ലാം BJPയുടെ കൈവശമാണ്. അത് കൃത്യമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഗൗരവ് ഗൊഗോയി, ഈ ശങ്കുറ്റിദാസ് പറഞ്ഞതുപോലെയുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ പാകിസ്ഥാന് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഒരു സംശയം വേണ്ട. പിടിച്ചകത്തിടണം, അന്വേഷിച്ച് പിടിച്ചകത്തിടണം. അതിൽ യാതൊരു സംശയമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. പക്ഷേ BJPക്കാർ പറയുന്ന ചില കാര്യങ്ങൾ, ഒരു മിനിറ്റ്, BJPക്കാർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മളൊക്കെ പെട്ടെന്ന് മറന്നുപോകും. നമ്മൾ വലിയ രാജ്യസ്നേഹമൊക്കെ പറയുമ്പോഴേ എനിക്കങ്ങനെ പറയാൻ പേടിയാണ്. ഇതൊക്കെ നമ്മൾ ഈ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാജ്യവിരുദ്ധനാവും. ജയിക്കെ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ കേട്ടോ. എനിക്ക് ജയിക്കിനോടൊരു സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ പറയാം, ഇങ്ങനെയൊന്നും പറയരുത്. നിങ്ങളെ രാജ്യദ്രോഹിയാക്കിക്കളയും, നിങ്ങളെ ഇന്ത്യ വിരുദ്ധരാക്കിക്കളയും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം. നമ്മൾ എന്തിനാണ് ഈ പഹൽഗാം അതിന് ശേഷം ഉണ്ടായ സൈനിക ഓപ്പറേഷന് ശേഷം നമ്മൾ പത്രക്കാരെ ബ്രീഫ് ചെയ്യാനായിട്ട് സോഫിയ ഖുറേഷി എന്ന് പറഞ്ഞ ഒരു ആളെ കൂടെ കൊണ്ടിരുത്തിയത്? അതായത് സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച തെമ്മാടി രാജ്യം, തെമ്മാടി കൂട്ടം, അവർക്കെതിരായിട്ട് നമ്മൾ നടത്തിയ നേട്ടം, ഇന്ത്യൻ സൈന്യത്തിൽ ഉണ്ടാക്കിയ നേട്ടം, അത് ജനങ്ങളോട് പറയേണ്ടത് ഒരു സ്ത്രീ തന്നെ ആയിരിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ്. അദ്ദേഹത്തെ, ആ സ്ത്രീയെ എങ്ങനെയാണ് BJP നേതൃത്വം കൈകാര്യം ചെയ്തത്? പിന്നെന്ത് ആയിക്കോട്ടെ, നമ്മുടെ ചോദ്യത്തിലേക്ക് പറഞ്ഞോളൂ. ഞാൻ എനിക്ക് 1 മിനിറ്റ് കൂടെ തന്നാൽ മതി. ഇപ്പോൾ ജയിക്ക് പറഞ്ഞു രാഷ്ട്രീയത്തോടൊപ്പം എന്തോ, രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം രാഷ്ട്രം എന്നോ മറ്റോ എന്ന് പറഞ്ഞതുപോലെ വിൻസെൻ്റ് ഇന്ന് ജയറാം രമേശ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സുകാരനായിരിക്കുക എന്നതും കോൺഗ്രസ്സിലായിരിക്കുക എന്ന് പറയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ശ്രീ ശശി തരൂർ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. ശശി തരൂർ പറഞ്ഞ് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. ശരിയാ, 100% ശരിയാണ്. നമുക്ക് പ്രധാനം രാഷ്ട്രം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, ശശി തരൂർ തിരുവനന്തപുരത്തെ മണ്ണിൽ നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് ഇത് പറയുമ്പോൾ അദ്ദേഹം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് തോറ്റതുപോലായിരുന്നു അവസാന ദിവസങ്ങളിൽ. ഈ തിരുവനന്തപുരത്തെ ഈ കടൽപ്പുറത്തും ഈ പ്രാന്തപ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ അരയും തലയും മുറുക്കി ഊണും ഉറക്കവുമില്ലാതെ കോൺഗ്രസ്സുകാരെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നത് എന്ന കാര്യം മറക്കരുത്. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പാർലമെൻറ്റിൽ ഉണ്ടാകുമായിരുന്നില്ല. BJPക്ക് ഒരു പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ അന്വേഷിക്കേണ്ടി വരുമായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയിൽ ഇരിക്കുമായിരുന്നു. അത് മറക്കരുത്. രാഷ്ട്രീയമുണ്ടെങ്കിൽ മാത്രമേ ഈ MP ആവാനും അതുവഴി രാജ്യത്തെ സേവിക്കാനും BJP ആവാനും BJPക്ക് വേണ്ടി സംസാരിക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ട് എൻ്റെ ഒരു വളരെ വിനീതമായ ഒരു അപേക്ഷ എന്ന് പറയുന്നത്, ഇനി ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ കൊള്ളരുതാത്ത സംഘത്തെ അവരുടെ കൂട്ടത്തിൽ ഇനിയും ശശി തരൂർ നിൽക്കരുത്, വിട്ടുകളയണം.
അവര് പോകട്ടെന്നേ. അവരെ എന്തിനാണ് ശശി തരൂർ അന്തസ്സായിട്ട് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് MP സ്ഥാനവും രാജിവെച്ച് BJP ചേരുക. BJP ആണല്ലോ ദേശീയതയുള്ള ഏക. ഒരു മിനിറ്റ്, ശരി പറയൂ. ഇരുട്ടി വെളുക്കുമ്പോൾ കോൺഗ്രസിന് അഭിമതനാവുകയും BJP കൂടുതൽ അഭിമതനാവുകയും ചെയ്യുന്ന സാഹചര്യത്തെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞത് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു ഞാൻ. ഞാനതല്ല പറഞ്ഞത്. അദ്ദേഹത്തിന് കോൺഗ്രസിനെ വേണ്ടെങ്കിൽ, അത് നമ്മുടെ നാടൻ ഭാഷയിൽ ഇച്ചിച്ചയാണെങ്കിൽ അദ്ദേഹം BJP ചേരട്ടെ. അദ്ദേഹത്തിന് വേണമെങ്കിൽ പിന്നെ MP സ്ഥാനം രാജിവെച്ചിട്ട് തിരുവനന്തപുരത്ത് വീണ്ടും മത്സരിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് രാജ്യസഭയിൽ വരാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഇപ്പം അമേരിക്ക, പിന്നെ UK പോലുള്ള രാജ്യങ്ങളിൽ അംബാസഡർ ആവാം. അതെല്ലാം BJPക്ക് ചെയ്യാൻ പറ്റും. എന്തിനാണെന്ന് വെറുതെ ഈ പാവപ്പെട്ട ഈ വിവരമില്ലാത്ത കോൺഗ്രസ്സുകാരോട് തായം കളിക്കാൻ നിൽക്കുന്നത്? വിട്ടിട്ട് പോകട്ടെന്നേ. കുറവാണെന്ന് തോന്നുന്നത്. അദ്ദേഹം വിട്ടിട്ട് പോകട്ടെ. അടുത്ത ശങ്കുട്ടിദാസ്, ഇപ്പോ അമിത് മാളവയുടെ എക്സ്പോസ്റ്റിന്റെ ഏറ്റവും താഴെ അതിന്റെ ഏറ്റവും അവസാനത്തെ വരി ഇങ്ങനെയാണ്: ഇത് ഇൻസെക്യൂരിറ്റി ആണോ, ജലസി ആണോ, അതോ ഹൈക്കമാൻഡിനെ ഔട്ട്ഷൈൻ ചെയ്യുന്ന ഒരാളോടുള്ള ഇൻടോളറൻസ് ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. മറ്റുള്ളവർക്കൊന്നും ഈ ഘട്ടത്തിൽ രാഷ്ട്രീയം പാടില്ല, ഞങ്ങൾ കൃത്യമായി രാഷ്ട്രീയം പറയും, അത് എതിരാളികളുടെ പാളയത്തിൽ കൊണ്ടുപോയി പട കൊളുത്തിയിട്ടാണെങ്കിലും രാഷ്ട്രീയം പറയും എന്ന നിലപാട് ഇരട്ടത്താപ്പല്ലേ? നോക്കൂ, അതിലെന്താണ് രാഷ്ട്രീയം പറയുന്നത്? ഒരു സ്വാഭാവികമായിട്ട് ഏത് മനുഷ്യനും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. നിങ്ങൾക്കില്ലേ ആ ചോദ്യം? അതായത് പ്രതിനിധി സംഘത്തിലേക്ക് BJP നിർദ്ദേശിച്ചിട്ടുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് ശശി തരൂരാണ്, മനീഷ് തിവാരിയാണ്, സൽമാൻ ഖുർഷിദാണ്, അമർ സിംഗ് ആണ്. ഈ 4 പേർക്ക് എന്താണ് പോരായ്മ? പ്രത്യേകിച്ചും ശശി തരൂരിൻ്റെ കാര്യത്തിലാണല്ലോ കോൺഗ്രസിന് വലിയ അഭിപ്രായ വ്യത്യാസമുള്ളത്. അതായത് ശശി തരൂരിൻ്റെ പേര് പ്രഖ്യാപിച്ചതിന് ശേഷവും അദ്ദേഹത്തെ അപമാനിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ജയറാം രമേശ് പത്രസമ്മേളനം വിളിച്ച് ഇദ്ദേഹം ഞങ്ങളുടെ ഒറിജിനൽ ലിസ്റ്റിലുള്ള ആളല്ല, ഞങ്ങൾ നിർദ്ദേശിച്ച 4 പേര് വേറെ ആയിരുന്നു എന്നുകൊണ്ട് 4 പേരുടെ പേര് പിന്നീട് പുറത്തുവിട്ടു. ശരിക്കും അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ശശി തരൂർ താൻ പോവാൻ സന്നദ്ധനാണെന്ന് അറിയിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ പിന്നീട് പ്രഖ്യാപിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ കോൺഗ്രസ് വളരെ അസഹിഷ്ണുതയോട് കൂടിയിട്ടാണ്. ഇപ്പൊ നോക്കൂ, കോൺഗ്രസ് സഹയാത്രികനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ഏത് നിലയിലാണ് ശശി തരൂരിനെ പറ്റി പറയുന്നത്? അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ്? അദ്ദേഹം ചെയ്ത് രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം രാഷ്ട്രത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായി. സംഘടനാ രാഷ്ട്രീയമല്ല ഈ വിഷയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത്, ഇന്ത്യൻ പൗരൻ എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് ഈ ഘട്ടത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത്. എൻ്റെ രാജ്യത്തിനെ ലോകത്തിന് മുമ്പിൽ പ്രതിനിധീകരിക്കേണ്ട ഒരു അവസരമാണ്. എൻ്റെ ഗവൺമെന്റ് എന്നോട് അങ്ങനെ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഓടി ഒളിക്കില്ല, ഞാൻ ആദ്യം ആ ഉത്തരവാദിത്തം നിർവഹിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞതിന് എന്തിനാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം രാജിവെക്കൂ, നിങ്ങൾ ആദ്യം പോയിട്ട് വേറെ പാർട്ടിയിൽ ചേരൂ എന്നൊക്കെ പറയാൻ മാത്രം നിങ്ങൾക്ക് അദ്ദേഹത്തോട് വിരോധം തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം NIA എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. നോക്കൂ, ഒന്നാമത്തെ കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഗൗരവ് ഗൊഗോയിനെ പറ്റിയിട്ടും നാസർ ഹുസൈനെ പറ്റിയിട്ടും ഒന്നും വേണ്ടത്ര അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം പാകിസ്ഥാനിലേക്ക് 90 ആളുകളെ കയറ്റി അയച്ചു എന്നല്ല പറഞ്ഞത്. അദ്ദേഹം പാകിസ്ഥാനിൽ പോയി 15 ദിവസം താമസിക്കുകയും അതിൽ 7 ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള എലിസബത്ത് കോൾബോൺ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ NGOയുടെ ഉദ്യോഗസ്ഥയായിരുന്ന, പാകിസ്ഥാനിൽ നിന്ന് ശമ്പളം പറ്റിയിരുന്ന സ്ത്രീ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം മടങ്ങി വന്നതിന് ശേഷം പാകിസ്ഥാൻ എംബസി കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിലേക്ക് 90 ഇന്ത്യൻ യുവാക്കളെ എൻറോൾ ചെയ്തു എന്നുള്ളതുമാണ്. ഇത് NIAക്ക് അന്വേഷിക്കാവുന്ന ഒരു കുറ്റമല്ല. പാകിസ്ഥാൻ എംബസിയിൽ നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ യുവാക്കൾ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ നേരെ തിരിച്ച് അവിടെ ആരോപിക്കപ്പെടുന്നത് എന്താണ്? കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. NIA എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നതിനേക്കാൾ എളുപ്പമുള്ള ചോദ്യം ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് അത് തെറ്റായിട്ടുള്ള ആരോപണമാണെങ്കിൽ തനിക്കെതിരെ ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ ഈ പറയുന്ന ഗൗരവ് ഗൊഗോയ് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അദ്ദേഹം എന്തുകൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാൻ തയ്യാറായിട്ടില്ല? അപ്പോൾ അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത അത്രയും പ്രതിരോധത്തിൽ നിൽക്കുകയാണ് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. NIA അന്വേഷണം നടത്തുന്നുണ്ടോ, റോയോ മിലിറ്ററി ഇന്റലിജൻസോ അതുമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ടോ എന്ന് അറിയില്ല. അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രത്യാഘാതം ഭാവിയിൽ ഉണ്ടാവും. പക്ഷെ അത് വരുന്നത് വരെ രാജ്യം അയക്കുന്ന പ്രതിനിധി സംഘത്തിലൊക്കെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയേ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? എങ്ങനത്തെ ഒരു സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു അന്താരാഷ്ട്ര ഫോറത്തിന് രീതികളെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ രാജ്യസ്നേഹത്തെക്കുറിച്ചോ സംശയമില്ല. സംശയമുള്ളത് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കാണ്. ഹിമന്ത ബിശ്വ ശർമ്മ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞാൽ ഉടനെ ഡിഫമേഷൻ കൊടുത്തിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഒരാൾ എന്തൊക്കെയോ വിളിച്ചു പറയുക, നിങ്ങൾക്ക് ഇന്ന അത്ര ഇടപാടുകളുണ്ട്, ദുരൂഹമാണെന്ന് തുടർച്ചയായി വിളിച്ചു പറയുക, അത് അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല എങ്കിലോ, അദ്ദേഹം അതിനനുസരിച്ചുള്ള വില കൊടുക്കാൻ തയ്യാറല്ല എങ്കിലോ?
നോക്കൂ, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ട് ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു ഗൗരവമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ട് അത് വായെ തോന്നിയ ആരോപണമാണെന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് വിധി പറഞ്ഞത് എനിക്ക് അറിയില്ല. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട രേഖകളും തെളിവുകളൊക്കെ പരിശോധിച്ചിട്ട് അല്ല, അതിലുള്ള രേഖകളോ തെളിവുകളോ ഏതെങ്കിലും ഒരു അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടോ? അദ്ദേഹത്തിന് കൃത്യമായി ഇതാ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇവിടെയുള്ള ഒരാൾ, അതും ഗൗരവ് ഗൊഗോയെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിന് ഇങ്ങനെ ഒരു പാക് ബന്ധമുണ്ട് എന്നൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവണ്ടേ? ഇപ്പൊ എന്റെ ക്രെഡിബിലിറ്റി ചോദിക്കുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രെഡിബിലിറ്റി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത് കൊടുത്തൂടെ? അന്വേഷിക്കാൻ പറഞ്ഞൂടെ? അന്വേഷണം ആവശ്യപ്പെട്ടൂടെ? ഒരു മിനിറ്റ്, ഞാൻ ഉത്തരം പറയാം. ശ്രീമതി മാധു, ഒരു മിനിറ്റ് ഒരു സാമാന്യ മര്യാദ കാണിക്കൂ. നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. എനിക്കൊരു ഊഴം കിട്ടുന്ന സമയത്ത് അവതാരികയും കോൺഗ്രസ് പ്രതിനിധി എല്ലാവരും കൂടി ഇടപെടുന്ന മര്യാദയല്ല. എന്നെ മുഴുവൻ പറഞ്ഞു തീർക്കാൻ നിങ്ങൾ അനുവദിക്കണം. ഒരു അങ്ങനെ ഇടപെട്ട് സംസാരിക്കുന്ന ഒരു രീതിയെ ഉണ്ടായിട്ടില്ല. ഇടപെട്ടുള്ളത് ശരിയാണ്. ശരി, ഞാൻ മുഴുവനാക്കട്ടെ. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് സംസ്ഥാന ഇന്റലിജൻസുമായിട്ടും കേന്ദ്ര ഇന്റലിജൻസുമായിട്ടും കാര്യങ്ങൾ പങ്കുവെക്കാൻ വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ അദ്ദേഹം അവലംബിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ ഓൾറെഡി ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടക്കുന്നുണ്ടാവാം. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് ആ കാര്യങ്ങൾ എത്തിയേക്കാം. പക്ഷേ ഇത് പബ്ലിക് ഡൊമൈനിൽ വന്ന സാഹചര്യത്തിൽ അത് നിഷേധിച്ചുകൊണ്ട് അതിനെതിരെ നിയമപരമായി നീങ്ങുക എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകന്റെ സ്വാഭാവികമായിട്ടുള്ള ധർമ്മമായിരുന്നു. അത് അദ്ദേഹം നിർവഹിച്ചിട്ടില്ല എന്നുള്ളത് പബ്ലിക് ഡൊമൈനിലുണ്ട്. നിങ്ങൾ ന്യായീകരിച്ചാലും ഇല്ലെങ്കിലും. ഇനി അടുത്ത കാര്യം, പിന്നീട് ജയ്ക്ക് പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യം കൂടി വിശദീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. നോക്കൂ, സുന്ദരമായിട്ടുള്ള പ്രയോഗങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യമാവുമ്പോൾ പരിഹാസ്യമായിരിക്കും. നമുക്ക് ചർച്ചയിലൊക്കെ വളരെ സുന്ദരമായ പ്രയോഗങ്ങൾ നടത്താം. രാഷ്ട്രീയം വെച്ചുകൊണ്ട് തന്നെ രാഷ്ട്രത്തോടൊപ്പം എന്നൊക്കെ പറയാം. നോക്കൂ, രാഷ്ട്രീയം എന്ന് പറയുന്ന ശബ്ദം തന്നെ അടിസ്ഥാനപരമായി സൂചിക്കുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള അവിടുത്തെ അസംഷൻ എന്ന് പറയുന്നത് അത് രാഷ്ട്രത്തോടൊപ്പം അലൈൻ ചെയ്ത് നിൽക്കുന്നതാവും എന്നാണ്. രാഷ്ട്രത്തോടൊപ്പം നിൽക്കുമ്പോൾ രാഷ്ട്രീയം മാറ്റിവെക്കേണ്ടി വരാറില്ല സാധാരണഗതിയിൽ. അത് രാഷ്ട്രത്തോടൊപ്പം അലൈൻ ചെയ്യുന്നതാണെങ്കിൽ ചിലരോടത് മാറ്റിവെക്കാൻ പറയേണ്ടി വരുന്നത് എപ്പോഴാണ്? അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ പൊതുനിലപാടിന് എതിരായി വരുമ്പോഴാണ്. അതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യമാണ്. ഇവിടെ നിങ്ങൾ ഈ പറയുന്നു നിങ്ങൾ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ രാജ്യത്തിനോടൊപ്പം നിൽക്കുന്നു. ഇത് പ്രയോഗത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? ഞാനതൊന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് പോയിട്ട് ഈ അന്താരാഷ്ട്ര ഫോറങ്ങളിൽ സംസാരിക്കുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ട് ഈ പഹൽഗാം ആക്രമണത്തിന്റെ കാര്യം അത് സുരക്ഷാ വീഴ്ചയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം പാകിസ്ഥാനാണെന്ന് ഞങ്ങളിവിടെ ആരോപിക്കുന്നു. രാഷ്ട്രീയമായിട്ട് യുദ്ധം പാടില്ല, സമാധാനം വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. രാഷ്ട്രീയമായിട്ട് ഈ കാര്യം ആദ്യം പാർലമെന്റ് സമ്മേളനം വിളിച്ച് വിശദീകരിച്ചതിന് ശേഷം മതി അന്താരാഷ്ട്ര യാത്രകൾ എന്നാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് തൽക്കാലം ഈ യോഗത്തിൽ ഞങ്ങൾ സംബന്ധിക്കുന്നു. ഇങ്ങനെയാണോ നിങ്ങൾ പറയുക? നോക്കൂ, നിങ്ങളുടെ രാഷ്ട്രീയം രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്നതായിരുന്നെങ്കിൽ നിങ്ങളോട് രാഷ്ട്രീയം മാറ്റിവെക്കാൻ പറയേണ്ടി വരുമായിരുന്നില്ല. അത് സ്വാഭാവികമായി തന്നെ അങ്ങനെ പോകുമായിരുന്നു. ദൗർഭാഗ്യവശാൽ നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ രാഷ്ട്രം മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങൾക്ക് എതിരായി വരുന്നത് കൊണ്ടാണ് അത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടേണ്ടി വരുന്നത്. എല്ലാവരോടും അത് പറയേണ്ടി വരാറില്ല. ഇനി ശരത് പവാറിനെ പോലെയുള്ള പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ നിങ്ങളുടെ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് ഈ ഡെലഗേഷനിൽ പങ്കാളിയാകണമെന്നാണോ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്? അങ്ങനെ ആവശ്യപ്പെടേണ്ടി വരുന്നത് എന്ന് ശങ്കുട്ടിദാസ് ഇടയ്ക്കിടെ ചോദിച്ചതാണ്. നിങ്ങളുടെ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് ഈ ഡെലഗേഷന്റെ ഭാഗമാകണം എന്നാണോ അടക്കമുള്ളവരോട് ആവശ്യപ്പെട്ടത്? CPM-ന്റെയോ കോൺഗ്രസിന്റെയോ JDU-ന്റെയോ NCP-ന്റെയോ രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ലോ രാഷ്ട്രം ഒരു പ്രതിനിധി സംഘത്തെ അയക്കുന്നത്. രാജ്യത്തിന്റെ നിലപാട് അതൊന്നും ഇവിടെ തർക്കമില്ല. അങ്ങ് പറഞ്ഞത് ചില ആളുകളോട് അങ്ങനെ ആവശ്യപ്പെടേണ്ടി വരുന്നത് അവരുടെ രാഷ്ട്രീയ നിലപാട് ഇന്ത്യയുടെ രാജ്യത്തിന്റെ പൊതു രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായി നിൽക്കുന്നത് കൊണ്ടാണ് എന്നാണ്. അങ്ങനെ അവരുടെ രാഷ്ട്രീയ നിലപാട് ഇന്ത്യയുടെ രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് കണ്ട് ഈ ഡെലഗേഷന്റെ ഭാഗമാകാൻ നിങ്ങളുടെ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് വരണം എന്നാണോ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ്. ശ്രീമതി മാധു, ഇവിടെ ജെയ്ക് സി തോമസ് സംസാരിക്കുമ്പോൾ പറഞ്ഞത് സംഘപരിവാർ പ്രതിനിധി ഉന്നയിച്ചത് കുറെ കാലങ്ങളായിട്ട് പോസ്റ്റ് പഹൽഗാം ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാദമാണ്. ആ വാദം എന്താണ്? രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രത്തിനൊപ്പം എന്നുള്ളതാണ്. അത് പറയുന്നത് ശരിയല്ല. രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രത്തിനൊപ്പം നിൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടാണ് അതിനെ ഇത്ര സംശയപരമായി നോക്കിക്കാണുന്നത്? നിങ്ങളുടെ രാഷ്ട്രീയം മാത്രമേ രാഷ്ട്രത്തിനൊപ്പം നിൽക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? നോക്കൂ,
ഞാനിവിടെ 3 സന്ദർഭങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട 3 സന്ദർഭങ്ങൾ ഞാൻ പറഞ്ഞു. ഇപ്പോൾ നോക്കൂ, ഈ എന്താ പറയുക, പ്രതിനിധി സംഘത്തിലേക്ക് അംഗങ്ങളെ അയക്കാൻ അംഗീകരിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്, ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം എന്താ പറയുന്നത്? ആദ്യത്തെ 2 ഖണ്ഡികയിൽ ഉടനീളം കേന്ദ്ര സർക്കാരിനെയും ഈ രാജ്യം ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികളെയും വിമർശിച്ചതിന് ശേഷം ഈ വിയോജിപ്പുകളെല്ലാം നിലനിർത്തിക്കൊണ്ട് ഇതിനോടൊപ്പം പോകാൻ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. എന്താ പറയുന്നത്? ആദ്യം പാർലമെന്റ് സമ്മേളനം വിളിക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് പാർലമെന്റ് സമ്മേളനം ഈ ഘട്ടത്തിൽ വിളിക്കാൻ സാധിക്കാത്തത്? പാർലമെന്റ് സമ്മേളനം ലോകാവസാനം വരെ വിളിക്കില്ല എന്ന് പറയുന്നില്ല. മൺസൂൺ സെഷൻ ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് പാർലമെന്റ് സമ്മേളനം വിളിക്കാണ്ടിരിക്കുന്നതിന് പിന്നീട് ദേശീയ താല്പര്യമുണ്ട്. എന്താണ്? ആർമി തന്നെ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റിൽ ഓൺ ഗോയിങ് എന്നാണ്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷനാണ്. ഞാൻ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ സീസ്ഫയർ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് ഒരു സഖ്യകക്ഷികളുമായി ഒന്ന് സംസാരിച്ച് അവരെ ഒന്ന് ഇൻഫോംഡ് ആക്കി അതിനുശേഷം പോവുക എന്നുള്ളതൊക്കെ ഒരു സാമാന്യ മര്യാദയല്ലേ എന്ന് പ്രതിപക്ഷം ചോദിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പാർലമെന്റ് സമ്മേളനം വിളിക്കണം, ശീതകാല സമ്മേളനം മുഴുവൻ കഴിഞ്ഞതിന് ശേഷമേ ഇനി സീസ്ഫയർ പ്രഖ്യാപിക്കാൻ പാടുള്ളൂ എന്നൊന്നും അർത്ഥമില്ല. അങ്ങനെയൊന്നും പറഞ്ഞു കളയല്ലേ. പക്ഷേ ജനങ്ങളെ അറിയിക്കുക അല്ലെങ്കിൽ ജനപ്രതിനിധികളെ ഒന്ന് ഇൻഫോംഡ് ആക്കുക എന്ന് പറയുന്ന ഒന്നും നടക്കാത്ത കാര്യമൊന്നുമല്ല. എന്താണ് ഈ ഒന്ന് ഇൻഫോംഡ് ആക്കുക? എന്താണ് ഈ ഒന്ന് ഇൻഫോംഡ് ആക്കുക എന്ന് പറയുന്നത്? ഇന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ചോദിച്ചത് ഇന്ത്യയുടെ എത്ര റഫാൽ വിമാനങ്ങൾ വീണിട്ടുണ്ട് അതിന്റെ കണക്ക് വേണം എന്നാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ചോദിച്ചത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നതിന് മുമ്പ് പാകിസ്ഥാൻ ഇതിന്റെ വിവരം കൊടുത്തിരുന്നോ, അതുമായി ബന്ധപ്പെട്ട വിവരം വേണമെന്നാണ്. അതേപോലെ തന്നെ നയതന്ത്ര തലത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുപോലെ അമേരിക്കൻ പ്രസിഡന്റിനോട് നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ മറുപടി പറയാത്തത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ്. നോക്കിയത് പാർലമെന്റിൽ ഇത്തരം ചോദ്യങ്ങൾ വരികയും അതിന്റെ ഉത്തരങ്ങൾ വരികയും ചെയ്തു കഴിഞ്ഞാൽ അത് പബ്ലിക് റെക്കോർഡാണ്. നിങ്ങൾ ഈ പറയുന്ന ചർച്ചയിൽ പറയുന്ന പോലെയല്ല. പാർലമെന്റിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റാർഡ് ആയിട്ടോ അൺസ്റ്റാർഡ് ആയിട്ടോ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നു. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡോക്യുമെന്റ് സഹിതം പാർലമെന്റിന്റെ ടേബിളിൽ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കോർഡാണ്. രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായത് ഉപയോഗിക്കുമെന്നുള്ളത് കൊണ്ട് തൽക്കാലം മറുപടി തരാൻ കഴിയില്ല എന്ന് പാർലമെന്റിനെ അറിയിക്കാനും കഴിയും. ഈ സാഹചര്യത്തിൽ അങ്ങനെ പൊട്ടന്മാരാക്കി പോലെ ശ്രീ സണിക്കുടി എബ്രഹാം, അങ്ങനെ ഈ ഗൗരവ് ഗൊഗോയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊരു ഇന്റലിജൻസ് വിവരങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം എന്നുള്ളതാണ് ശ്രീ ശങ്കുട്ടിദാസ് പറയുന്നത്. അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് കൃത്യമായ ഇന്റലിജൻസ് വിവരമുണ്ടെങ്കിൽ ഇന്റലിജൻസ് വിവരമുണ്ട് എങ്കിൽ അത് കൃത്യമായി നിയമത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു സാധ്യത, ഒരു വഴി കൂടിയല്ലേ? അല്ല മാധു, ഞാനൊരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ഹിമന്ത് വിശ്വ ശർമ്മയ്ക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ, ഇൻ്റലിജൻസ് വിവരങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പം ശങ്കുട്ടിദാസ് പറഞ്ഞത് NIAക്ക് അത് അന്വേഷിക്കാൻ പറ്റത്തില്ലെന്നാ. എനിക്കതിനെക്കുറിച്ചൊന്നും പറയാം. എനിക്ക് ചില കാര്യങ്ങളിലൊക്കെ അത്ര വലിയ അറിവൊന്നുമില്ല. കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ 100 MP-മാരുടെയും പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ? എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്നെക്കൊണ്ട് ഇപ്പോൾ ഈ എല്ലാവരുടെയും ഒന്നും പേരറിഞ്ഞിരിക്കുക, അയാളെ എങ്ങനെയൊക്കെ ജയിച്ചു വന്നു, ഇതൊക്കെ എനിക്ക് അത്രയുള്ള അറിവൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, അറിയാവുന്ന ഒരു കാര്യം പറയാം. അങ്ങനെ ഒരു ഇൻ്റലിജൻസ് ഔട്ട്പുട്ട് അസാം മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റോയുണ്ട്. ഇൻ്റർനാഷണൽ ഇൻ്റലിജൻസിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നല്ല മിടുക്കന്മാരായ മൊസാദിനൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു ഏജൻസിയാണ് ഈ റോ എന്ന് പറയുന്നത്. നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോ ഉണ്ട്. എന്തുകൊണ്ട് ഇവർക്കാർക്കും അന്വേഷിച്ചുകൂടാ? അല്ല അതിനെയും പിന്നെ ഗൗരവ് ഗൊഗോയി ഒരു പിന്നെ ആരോപണം കൊണ്ട് അല്ല ഒരു കേസ് കൊണ്ട് വരണോ? എനിക്കെതിരായിട്ട് പിന്നെ ഇങ്ങനെ ആരോപണം വന്നിരിക്കുന്നു, പിന്നെ മാനനഷ്ട കേസുമായിട്ട് വരണം. അല്ലല്ലോ, നിങ്ങളുടെ കയ്യിലല്ലേ അധികാരം ഇരിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാമല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നത് തന്നെയാണ് എൻ്റെ ചോദ്യം. അത് വളരെ കൃത്യമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, BJPക്ക് പാർലമെൻറ്റിനെ ഫേസ് ചെയ്യാൻ മടിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഈസ് ഗോയിങ് ഓൺ. അത് ഇതുവരെ നിർത്തിയിട്ടില്ല. അത് എന്ന് നിർത്തുമെന്ന് നമുക്കറിയത്തില്ല. സൈന്യത്തിന് പറയാം, പ്രതിരോധ മന്ത്രിക്ക് പറയാം, ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. അപ്പോൾ അത് ഗോയിങ് ഓൺ ആയിട്ടിരിക്കുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ പാർലമെൻറ്റ് ചേരാൻ പറ്റത്തില്ല. പാർലമെൻറ്റിൽ ചോദ്യം ചോദിക്കാം. എന്തിനാണ് പാർലമെൻറ്റിനെ പേടിക്കുന്നത്? പാർലമെൻറ്റാണ് ഏറ്റവും പരമാധികാരമായ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പരമാധികാര സ്ഥാനം പാർലമെൻറ്റാണ്. അവിടെ എന്താ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ മേലാത്തത്? ഇന്ത്യ 1971 എല്ലാവരും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം, ഞാൻ നടപടിക്കാനായിട്ട് സമയം പൂർണ്ണമായും പൂർത്തിയാവുകയുമാണ്. എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ത് എന്ന് വ്യക്തമാക്കാനുള്ള ഒരു കൃത്യമായ തീരുമാനം, വളരെ സ്വാഗതാർഹമായ തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. അതിനിടയിലും ഉണ്ടാകുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ എന്ന് പറയുന്നത് ഏറെ ലജ്ജാകരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വളരെയധികം നന്ദി. പാലസ് വെൽക്കം പ്രേക്ഷകർ.